ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഞായറാഴ്ച ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു പോസ്റ്റാണത്. അതായത് 24,400 രണ്ട് ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് 146 ഒന്ന് 168. അപ്പോൾ ഇത് ഇന്നലെ കൊടുത്ത ലെവലാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ ട്രേഡ് എടുക്കാം. കണ്ടീഷൻ എന്താണ്? ഗ്രീൻ ക്യാൻഡിൽ ഓപ്ഷൻ റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കണം, ട്രേഡ് എടുക്കണം. ഇത്ര ചെയ്യാമല്ലോ. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യം കേട്ടോ. ഇതാ സെയിം സ്ട്രൈക്ക് തന്നെയാണ്. 24,400 146 168. ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 60 പോയിൻ്റാണ് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ട്രേഡുകൾ കിട്ടാൻ നിങ്ങൾ മാക്സിമം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലെവലുകൾ ഫസ്റ്റ് കിട്ടണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. സ്റ്റോറീസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഏത് ലെവൽസിലാണ്, എങ്ങനെയാണ് ബൈ എടുക്കേണ്ടത്, പി ആണോ സി ആണോ എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നാളത്തേക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതാണ് നിഫ്റ്റിയിലത്തെ അവസ്ഥ. എന്നത്തെ സൈഡ് വേസാണ്, പക്ക സൈഡ് വേസിലാണ് നിഫ്റ്റി മൂവ് ചെയ്യണത്. നമുക്കിതിലൊന്നും ചെയ്യാമല്ലോ, നമുക്ക് വെറുതെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. 5-ാം തീയതി ഡേറ്റ്. നമുക്കൊരു സപ്പോർട്ടിനും റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ്. ഇതിലൊന്നും ചെയ്യാമല്ലോ. നമ്മളൊരു 12:30 1 മണിക്ക് നമ്മൾക്ക് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് ട്രേഡിങ് ഒഴിവാക്കണമെന്നാണ് നല്ലത്. ഏതെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വന്നാലാണ്, സപ്പോർട്ടിൽ ടച്ച് ചെയ്താലാണ് അതൊന്ന് റീട്രേസ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സപ്പോർട്ട് ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു റീട്രേസ്മെൻറ്റ് ടൈമിൽ ട്രേഡ് എടുക്കാനെങ്കിലും പറ്റും. ഇത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ലേ. അപ്പോൾ ചിന്തിക്കാമല്ലേ ഈ കാര്യങ്ങൾ. നമുക്ക് ഇത്രയും സ്ട്രൈക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇത് പേഴ്സണലി ചോദിച്ച ട്രേഡുകളുണ്ട്. രാവിലെ ഫ്രീ ഗ്രൂപ്പിൽ ഇട്ട ട്രേഡുകളുണ്ട്, പെയ്ഡ് ഗ്രൂപ്പിൽ ഇട്ട ട്രേഡുകളുണ്ട്. ഇതിൻ്റെ ഓൾ ടോട്ടൽ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ഗ്രൂപ്പിലാണ് എന്നൊരു പ്രോഫിറ്റിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സംഭവം വന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെയും നമുക്കൊരു കോസ്റ്റ് എക്സിറ്റ് ആണ്. 1:1 വന്ന ട്രേഡുകളുണ്ട്. പക്ഷെ നമുക്ക് കോസ്റ്റ് എക്സിറ്റ് ആണ് കൂടുതലും വന്നേക്കണത്. മനസ്സിലായില്ലേ? കോസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു 10 മിനിറ്റ് ടൈം കൊടുക്കുക. 10 മിനിറ്റിനുള്ളിൽ അത് സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ ഒരു 1:1 പോകും. അല്ല ഇനി സ്റ്റോപ്പ് ലോസിക്ക് മുകളിൽ 1:1 മുകളിൽ അങ്ങനെയാണെങ്കിൽ അത് കോസ്റ്റിൽ തന്നെ നിന്ന് തിരിഞ്ഞുകൊണ്ട് വെക്കും ആ ട്രേഡ്. അപ്പോൾ നമുക്ക് 10 ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സിറ്റ് അടിക്കാം. അത് ചെറിയ ലോസിൽ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിലായിരിക്കും, പക്ഷേ എക്സിറ്റ് അടിച്ച് കളയുക, അത്ര ഉള്ള കാര്യം. അത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞ കോസ്റ്റ് എക്സിറ്റ് കുറച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുള്ള ആ ട്രേഡ് 24,400 ഞാൻ പേഴ്സണലി ഗ്രൂപ്പിൽ കൊടുത്തിട്ടില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കൊടുത്തിട്ടുള്ള ട്രേഡാണ്. ഞാനെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഇതുകൊണ്ട് മാറ്റാം, എന്നിട്ട് കറക്റ്റായിട്ട് പറയാം. ഈ ലെവൽസിൽ തിരിച്ച് വരുമ്പോൾ ട്രേഡ് എടുക്കുക. 146 ഒരു റീട്രേസ്മെൻറ്റ് വരുമ്പോൾ ട്രേഡ് എടുക്കുക. ഒരു 168 ഈ ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുക. അങ്ങനെയാണ് സെറ്റപ്പ്. ഇവിടെ നിങ്ങൾ നോക്കുക, 5-ാം തീയതി ഡേറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഗ്രീൻ ക്യാൻഡിലാണ് 146 മുകളിൽ ലോസ് ചെയ്തു. പിന്നെ നമുക്ക് റെഡ് ക്യാൻഡിൽ വരണം. റെഡ് ക്യാൻഡിൽ 2ാമത്തെ ക്യാൻഡിലിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3ാമത്തെ ക്യാൻഡിൽ എടുക്കാൻ പറ്റുമോ? 146 152 എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? 6 വ്യത്യാസമുണ്ട്. നിങ്ങളപ്പോൾ ലിമിറ്റിൽ നോക്കിയിരിക്കുക. ഒന്നെങ്കിൽ ലിമിറ്റിലോ അല്ലെങ്കിൽ 1-2 രൂപ മുകളിലോ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ 4 മിനിറ്റ് കൊണ്ട് ലിമിറ്റിൽ ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രേഡ് എടുക്കാം. 5 മിനിറ്റ് വരെ വാലിഡ് ആണ് കേട്ടോ. നമുക്ക് ഇത്തിരി മുകളിലാണ് ട്രേഡ് ആക്ടിവേറ്റ് ആയത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കാം. ഇത് 1ാമത്തെ ക്യാൻഡിൽ, 2ാമത്തെ ക്യാൻഡിൽ, 3ാമത്തെ ക്യാൻഡിൽ, 4ാമത്തെ ക്യാൻഡിൽ, 5ാമത്തെ ക്യാൻഡിൽ ലിമിറ്റിൽ വരണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലിമിറ്റിൽ നിന്ന് ട്രേഡ് എടുക്കാം. ഇത് അങ്ങനെ കിട്ടിയിട്ടുള്ള ട്രേഡാണ്. ഇത് ലിമിറ്റിലാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് ട്രേഡ് മുകളിലേക്ക് പോയിക്കണത്. ഇനി അടുത്ത് 168 168 ഈ സംഭവം ഇതേപോലെ തന്നെയാണ്. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിൽ വരണം, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് പ്രൈസിന് വരണം. ഇവിടെ അങ്ങനത്തെ 2 സിനാരിയോ സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇവിടെ 6 പോയിൻ്റ് വ്യത്യാസം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രേഡ് ഇവിടെ എടുത്തിട്ട് ഹോൾഡ് ചെയ്തവർക്ക് 60 പോയിൻ്റ് കിട്ടും. മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ 10 പോയിൻ്റാണ് എസ്എൽആറിന്, 60 പോയിൻ്റാണ് ടാർഗറ്റ് വയ്ക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി. പിന്നെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നത് ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡാണ്. ഈ 2 24,450 ആണ്. ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി ഒരു ഡിമാൻഡ് പ്രൈസിന് ഈ 2ാമത്തെ ക്യാൻഡിൽ കിട്ടുന്നുണ്ട് 123. ഒന്നെങ്കിൽ അവിടെ എടുക്കുക, അല്ലെങ്കിൽ ലിമിറ്റിൽ 5ാമത്തെ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുക. എങ്ങനെ എടുത്താലും ശരി ഇതൊരു 30 പോയിൻ്റ് പോലുള്ള ട്രേഡാണ്. പിന്നെ അത് അടുത്ത ലെവൽ 141. 141 നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ഇതിൽ പക്ഷേ ഒരു 3 പോയിൻ്റ് വ്യത്യാസത്തിന് ഇവിടെ കിട്ടും.
മറ്റേതൊരു 6 പോയിന്റ് വ്യത്യാസമാണ് കിട്ടുക. അത് പ്രൈസിൻ്റെ ഒരു കമ്പാരിസൺ അനുസരിച്ചിട്ടാണ് അങ്ങനെ വ്യത്യാസങ്ങൾ പറഞ്ഞത്. ഇത് 3 പോയിന്റ് മുകളിൽ എടുക്കുക എന്നുള്ളവർക്ക് ഇത് എടുക്കാം, അങ്ങനെ എടുത്തവർക്ക് ഒരു 30 പോയിന്റ് അടുത്ത് പിന്നെയും പോയിട്ടുണ്ട്. പിന്നെ സെൻസസ് ആണ്. സെൻസസിൽ ബയ്യേഴ്സ് ലോസ് ചെയ്ത് ഇവിടെ നമുക്ക് കാണാം. ബയ്യേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി 5 മിനിറ്റ് ലിമിറ്റിൽ വന്നില്ല. അതാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കണ പല ആൾക്കാരുണ്ട്. പക്ഷേ റിസ്ക് ലോൺ ഞാൻ പറയാറില്ല അങ്ങനെ വരുമ്പോൾ എടുക്കണം. 5 മിനിറ്റ് കൊണ്ട് വരികയാണെങ്കിൽ എടുക്കാം. ഇത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതാണ്, അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് മുകളിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ 5 മിനിറ്റിൽ അത് പിന്നെയും വരണം, മനസ്സിലായില്ല? അത് വന്നിട്ടില്ല, അപ്പോൾ പിന്നെ അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ച് കയറുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. തിരിച്ച് കയറുമ്പോൾ ഇവിടെയാണ്, ഇവിടെ ട്രേഡ് എടുക്കാം. ഒരു 20 പോയിന്റ് വ്യത്യാസങ്ങൾ നിങ്ങൾ എടുക്കേണ്ട വരും, അതാണ് പ്രശ്നം. 24,450 പി ഇതൊരു ഡയറക്റ്റ് എസ്എല്ലും ഇതൊരു 1:1 പോയിലർ ട്രേഡാണ്. 20 പോയിൻ്റ് അടുത്ത് പോയിലർ ട്രേഡാണ് ഇത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് 20 പോയിൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വന്നു, എന്നിട്ട് തിരിച്ച് കയറിയപ്പോൾ റീ എൻട്രി. അത് പ്രോപ്പർ എസ്എല്ലായിരുന്നു. അത് അതിന് എസ്എല്ലും വന്നിട്ടുണ്ട്. ഇത് സെൻസസ് ആണ്. സെൻസസ് ഈ പറഞ്ഞ പോലെ ഇത് കോസ്റ്റ് എക്സിറ്റ് ചെയ്ത് ഇതും കോസ്റ്റ് എക്സിറ്റ് അങ്ങനെ തന്നെയാണ്. ഇതൊരു 1:1 പോയിട്ടുള്ള ട്രേഡാണ് കേട്ടോ. അത് 40 പോയിൻ്റ് ഉണ്ടല്ലേ, ഒരു 1:1 പോയിട്ടുള്ള ട്രേഡാണ്. പിന്നെ അത് മൂവ് ചെയ്തില്ല, പിന്നെ അത് അവിടെ ഇട്ടു. ചിലപ്പോൾ 1:1 എടുത്തവരുണ്ടാവില്ല, എടുത്തവരുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് 3 നമുക്ക് കോസ്റ്റ് എക്സിറ്റ് തന്നെയാണ് കേട്ടോ. 1:1 എടുത്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാക്കി 2 ട്രേഡ് കോസ്റ്റ് എക്സിറ്റ്. നമുക്ക് 10 ക്യാനിലാണ് നോക്കാൻ പറ്റുള്ളൂ. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 ക്യാനിൽ നോക്കാം. 10 ക്യാനിൻ്റെ പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാത്തുള്ളൂ കേസ്. പിന്നെ 24,500 ഇതൊരു കോസ്റ്റ് എക്സിറ്റ് ആണ്. അപ്പോൾ രണ്ടും കോസ്റ്റ് എക്സിറ്റ് ആണ്. കോസ്റ്റ് എക്സിറ്റുകളാണ് മെയിനായിട്ട് തോന്നുന്നത്. 10 ക്യാനിലൊക്കെ നമുക്ക് എക്സിറ്റ് അടിച്ച് പോകും, അത്ര ഉള്ള കാര്യം. പിന്നെ 81,000 ഇതും കോസ്റ്റ് എക്സിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ട്രേഡ്സ് ടോട്ടൽ വന്നത് കോസ്റ്റ് എക്സിറ്റുകൾ ഏറ്റവും കൂടുതൽ വന്നത്. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ ചെറിയ ലോസുകളൊക്കെ വരും, ഇല്ല ഒന്നുമില്ല. ഫസ്റ്റ് ട്രേഡൊക്കെ പ്രോപ്പറായിട്ട് എടുത്തവരെ ആദ്യത്തെ 2 ട്രേഡ് നിഫ്റ്റിയിൽ ഫ്രീ ഗ്രൂപ്പിൽ 2 ട്രേഡ് പ്രോപ്പറായിട്ട് എടുത്തവരുണ്ടെങ്കിൽ മാത്രം നല്ല പ്രോഫിറ്റിലിരിക്കുന്നുണ്ടാവും. അല്ലാത്തവരൊക്കെ ഈ കോസ്റ്റ് എക്സിറ്റ്, ചെറിയ ലോസ്, ചെറിയ പ്രോഫിറ്റ് അങ്ങനെ ഇരിക്കണം. ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും ഇന്നത്തെ കേട്ടോ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നന്നായിട്ട് ട്രേഡിംഗ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വരാൻ നോക്കുക. അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പീസിയായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്യാവശ്യം സ്ട്രൈക്ക് ചാർട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. സ്പോട്ട് ചാർട്ട് നോക്കിയുള്ള ട്രേഡിംഗ് ആണ് നിങ്ങൾക്ക് പ്രിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതാവും പഠിച്ചിട്ടുണ്ടാവുക. അതിൽ ഞാൻ കുറ്റമൊന്നും പറയണമെന്നില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, മനസ്സിലായി? ഞാൻ അവിടെ സ്പോട്ടിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡെയിലി രാവിലെ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ആ സ്ട്രൈക്കിൽ നമുക്ക് കറക്റ്റ് പ്രൈസിൽ എക്സാക്റ്റ് പ്രൈസിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് ചാർട്ടിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ട്രൈക്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണാൻ പറ്റും, നല്ല രീതിക്കുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റുകൾ, മനസ്സിലായത്? അപ്പോൾ അത്രകൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക.